ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് കുമാർ. നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിൽ പലപ്പോഴും കൊട്ടകൾക്കകത്ത് സീതപ്പഴം വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പണ്ട് കാലത്ത് നമ്മുടെ എല്ലാം പറമ്പുകളിൽ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മരം പലരുടെയും വീടുകളിലില്ല. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? കഴിഞ്ഞ ഒരു 8-10 വർഷം കൊണ്ട് സീതപ്പഴം നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാ. സീസൺ ഇച്ചിരി മാറി നിൽക്കുന്ന സമയമാണെങ്കിൽ 1 കിലോയ്ക്ക് 200-250 രൂപയാണ് വില. ഇപ്പോൾ സീസണാണ്, നല്ല പഴുത്ത സീതപ്പഴം നമുക്ക് വഴിയരികിൽ കിട്ടും. ഇപ്പോഴാണെങ്കിലും ഇതിന് വില ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് 1 കിലോയ്ക്ക് വിലയുണ്ട്. എന്താണ് ഈ സീതപ്പഴം എന്നും ഇതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും വിശേഷിപ്പിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഈ സീതപ്പഴം എന്ന് പറയുന്നത്, നമ്മൾ സീതയുടെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ഇന്ത്യൻ പഴമാണെന്ന് വിചാരിക്കും. എന്നാലല്ല, യഥാർത്ഥത്തിൽ ഇത് സൗത്ത് അമേരിക്കയിലാണ് ഇതിന്റെ ഉറവിടം. അവിടെ നിന്നിട്ട് നീർവാർച്ചയുള്ള നല്ല വെയിൽ കിട്ടുന്ന ഏതൊരു അറ്റ്മോസ്ഫിയറിലും ഇത് വളരുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വരികയായിരുന്നു. ഇന്ത്യയില് മഹാരാഷ്ട്രയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്. സീതപ്പഴം അഥവാ ആനമുന്തിരി ഇല്ലെങ്കിൽ സീതാഫലം എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഗുണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇത് കളയത്തില്ല, അപ്പോൾ തന്നെ കഴിക്കും. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിനും നമ്മുടെ ശരീരത്തിന് വേണ്ട പലവിധ മൈക്രോ ന്യൂട്രിയൻസും തരാൻ കഴിവുള്ള ഒരു പഴമാണിത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ വടക്കേ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിന് വലിയ വിലയായതും ഇത് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും. നമ്മൾ നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തില് ചെറിയ സ്ഥലം വയ്ക്കുന്ന സമയത്ത് ഇത് ചെറിയൊരു കുറ്റിച്ചെടിയല്ലേ, ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളിത് വെട്ടിക്കളയുകയും ചെയ്യും. എന്നാൽ നമ്മുടെ എല്ലാം വീടുകളിലും പരിസരത്തും സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട്, ഇത് വളരാൻ വലിയ സ്ഥലമൊന്നും വേണ്ട, ഒരുപാട് ന്യൂട്രീഷ്യൻസ്, ഇതിന് മണ്ണിന് കൂടുതൽ കെയറൊന്നും ആവശ്യമില്ല, എവിടെ വെച്ചാലും ഇത് വളരും. അതുകൊണ്ട് തന്നെ സീതപ്പഴം വച്ചുപിടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. സീതപ്പഴം അഥവാ ആനമുന്തിരിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും ഉയർന്ന അളവിൽ നമുക്ക് വൈറ്റമിൻസ് മിനറൽസ് ഉള്ള പോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 100 ഗ്രാം, അതായത് ആവറേജ് ഒരു സൈസ് വെച്ചിട്ട് ഒരു 100 ഗ്രാമിന്റെ സീതപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 90 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സീതപ്പഴം കഴിക്കാൻ പറയുന്ന സമയത്ത് ഇത് വണ്ണം കൂടത്തില്ലേ, നല്ല മധുരമല്ലേ, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഇവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്. ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയുന്നത് 54 ഉള്ളൂ. നമ്മൾ സാധാരണ കഴിക്കുന്ന, ഇപ്പൊ വീട്ടിലുണ്ടാക്കുന്ന അപ്പമോ ഇല്ലെങ്കിൽ പുട്ടൊക്കെ ആണെങ്കിൽ 90ഒക്കെയാണ് അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ്. എന്നാൽ അതിന് പകരം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പ്രമേഹ രോഗികൾക്ക് വരെ ഇത് കഴിക്കാം. ഏകദേശം ഒരു 100 ഗ്രാം സീതപ്പഴം എടുത്തു കഴിഞ്ഞാൽ 90 കാലറി മാത്രമാണ് ഇതിനകത്തുള്ള ഊർജ്ജം. അതായത് ഒരു ചപ്പാത്തിയുടെ അത്രയും ഊർജ്ജം മാത്രമേ ഒരു വലിയ 100 ഗ്രാമുള്ള സീതപ്പഴത്തിനകത്തുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യവുമില്ല. എന്നാൽ കടുത്ത പ്രമേഹ രോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇവ ഒരല്പം പഴുപ്പ് കുറയുന്ന ഈ സീതപ്പഴം കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത് ഉയർന്ന അളവിൽ ഫൈബർ, ഏകദേശം 100 ഗ്രാമിനകത്ത് 4.5 ഗ്രാം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻസ് മിനറൽസ്, പ്രത്യേകിച്ച് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള മെഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം പോലുള്ളവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അയൺ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നമുക്കൊന്ന് സുഖകരമായിട്ട് ഉറക്കം കിട്ടുന്നതിന്, തലച്ചോറിന്റെ കോശങ്ങളുടെ സ്ട്രെയിൻ കുറയ്ക്കുന്നതിന്, നമ്മുടെ മസിലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, നമ്മുടെ രക്തക്കുഴലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് വേണ്ട പൊട്ടാസ്യം, ഇവയെല്ലാം സപ്ലൈ ചെയ്യുന്നതിനും മെഗ്നീഷ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതിനും നമുക്ക് സീതപ്പഴം കഴിച്ചാൽ മതിയാവും. മാത്രമല്ല അത്യാവശ്യം ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ ഏകദേശം 30% നമുക്ക് ഈ ഒരു സീതപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഇതിനകത്ത് അത്യാവശ്യം ഉയർന്ന അളവിൽ തന്നെ നമുക്ക് കോബാലമിൻ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ കൈകാല് പെരുപ്പ്, മരവിപ്പ്, ഉള്ളംകാലിലെ മരവിപ്പ് ഒക്കെ അനുഭവപ്പെടാറില്ലേ? കൈകൾക്കുള്ളിൽ വരുന്ന പിരിവിരിപ്പൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ കോബാലമിൻ അടങ്ങിയിട്ടുള്ള സീതപ്പഴം ദിവസവും 1 ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 എണ്ണമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്, വളരെയധികം എഫക്റ്റീവാണ്. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ B6 ഒരേ സമയം തന്നെ രോഗപ്രതിരോധ ശേഷിക്ക്, നമ്മുടെ മുടിക്ക്, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് വളരെയേറെ ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നതിന്, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന്, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിനെ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നതിന് നമുക്ക് ഈ സീതപ്പഴം കഴിച്ചാൽ മതിയാവും. പ്രത്യേകിച്ച് ഇതിനകത്ത് 2-3 തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കാറ്റക്കിൻസ്, എപ്പികാറ്റക്കിൻസ്, എപ്പിഗാലക്ടോ കാറ്റക്കിൻസ്, ഇങ്ങനെ ഒരു 2-3 തരത്തിലുള്ള ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് ഈ ക്യാൻസർ കോശങ്ങൾ വളരാതെ ചെറുക്കുന്നതിന് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ കുടലിന് നല്ലതാണ്, ദഹനശേഷിക്ക് നല്ലതാണ്. വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ദിവസം
ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്. ആസിഡിറ്റി കുറയാൻ സഹായിക്കും. ആസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് സഹായിക്കും. ഇതിനകത്ത് നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കുടലിന് നല്ലതാണ്. കുടലിനകത്ത് നിങ്ങൾക്ക് മലബന്ധം പോലുള്ള പ്രോബ്ലം മാറുന്നതിന്, പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് നല്ലതാണ്. ഇത്രയും ഗുണങ്ങളുള്ള സീതപ്പഴം ആയതുകൊണ്ടാണ് കിട്ടിയ കളയല്ലേ അപ്പൊ തന്നെ കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ സീതപ്പഴം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. സീതപ്പഴം നല്ലതാണ്, പക്ഷേ നിങ്ങളത് ജ്യൂസ് ആക്കി കഴിക്കുന്നത് ആരോഗ്യകരമല്ല. കാരണം ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇവയുടെ ഗ്ലൈസെമിക് ലോഡ് വല്ലാണ്ട് വർദ്ധിക്കുകയും പ്രമേഹ രോഗമെല്ലാം പെട്ടെന്ന് കൂടുന്നതിനും വണ്ണം കൂടുന്നതിനും കാരണമാകും. കാരണം ഇവയ്ക്കകത്ത് ഉയർന്ന കാലറി, അത്യാവശ്യം 90 കാലറി 100 ഗ്രാമിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജ്യൂസ് ആക്കാതെ എപ്പോഴും പഴമായിട്ട് ചവച്ച് കഴിക്കുന്നതാണ് നല്ലത്. രണ്ടാമത് ഇതിനകത്തുള്ള കുരുവാണ്. ഇതിനകത്തുള്ള കുരു സാധാരണഗതിയിൽ നമുക്ക് ദഹിക്കത്തില്ല. നമ്മൾ അബദ്ധത്തിന് ഉള്ളിൽ പോയിരുന്നാലും ഇവ ദഹിക്കാതെ ശരീരത്തിൽ നിന്ന് മലത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇവ എപ്പോഴെങ്കിലും, ഇപ്പൊ കൊച്ചു കുട്ടികൾക്കെല്ലാം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവയുടെ കുരു മാറ്റിയിട്ടേ കൊടുക്കാവുള്ളൂ. കുരു തൊണ്ടയിൽ കുടുങ്ങാനോ ശ്വാസകോശത്തിൽ അകപ്പെടാനോ ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് കുരു മാറ്റിയിട്ട് കൊച്ചു കുട്ടികൾക്ക് ദിവസവും ഒരെണ്ണം നൽകുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇനി പലരും ഈ സീതപ്പഴം നല്ലതാണെന്ന് കരുതിയിട്ട് ഇതിന്റെ കുരുവെല്ലാം അരച്ച് കഴിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കുരുക്കൾ ഉണക്കി പൊടിച്ച് വെള്ളമാക്കി കുടിക്കുക എന്ന രീതിക്കൊന്നും ഈ കുരു കഴിച്ചു കളയരുത്. കാരണം ഈ സീതപ്പഴത്തിന്റെ കുരു അരച്ചാണ് കഴിക്കുന്നതെങ്കിൽ അത് അപകടകരമാണ്. കാരണം ഇവയ്ക്കകത്ത് സൈക്ലോഹെക്സാപെപ്റ്റൈഡ്സ് എന്ന് വിളിക്കുന്ന ഒരിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ കുരു അരച്ച് ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഈ രാസവസ്തു നമ്മുടെ സ്കിന്നിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പൊള്ളൽ വരാം. കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ കണ്ണിനകത്ത് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ കുരു അരച്ചാണ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം അതൊരു മ്യൂക്കസ് മെമ്പറൈൻ ഇറിറ്റേഷൻ ആണ്. അസിഡിറ്റി, അൾസർ പോലുള്ള പ്രോബ്ലംസ്, നെർവസ് ഡാമേജ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സീതപ്പഴത്തിന്റെ കുരു നല്ലതായിരിക്കുമല്ലോ എന്നും പറഞ്ഞ് അരച്ചൊന്നും കഴിച്ചു കളയരുത്. അബദ്ധത്തിന് സീതപ്പഴം കഴിക്കുമ്പോൾ അതിന്റെ കുരു 1-2 എണ്ണം ഉള്ളിൽ പോയാലും അവ ദഹിക്കാതെ പുറത്തു പോയിക്കൊള്ളും. അരച്ച് ക്രഷ് ചെയ്ത് ഉള്ളിലേക്ക് എത്തിക്കാതെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും സീതപ്പഴം എത്രത്തോളം ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ വഴിയോരങ്ങളിൽ നിങ്ങൾ സീതപ്പഴം കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുക. നിങ്ങൾ ദിവസവും ഒരെണ്ണം കഴിക്കുക. കൊച്ചുകുട്ടികളെ നിർബന്ധമായിട്ടും കഴിപ്പിക്കുക. നല്ലത് തന്നെയാണ്. ഈ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേര് തിരിച്ചറിയാതെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ വളരുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു പഴമാണ് സീതപ്പഴം. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.